ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്നതാണ് പഫ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്കത് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സ്ലീവ് നമ്മളൊരു 35 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ബ്ലൗസിൻ്റെ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനി നമുക്കിത് ലൈനിങ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് കൊടുക്കാം കൈയുടെ താവ് വസ്തുവിൻ്റെ തുണിക്ക് വേണ്ടി. അല്ലെങ്കിൽ നമുക്കിവിടെ മടക്കി തയ്ക്കാനാണെങ്കിൽ നമ്മളിവിടെ 1 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ, ഇവിടെ നിന്ന്. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് സ്ലീവ് ഫിറ്റ് ചെയ്യാനുള്ള തുന്നത്തുണിക്ക് വേണ്ടിയാണ് 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുന്നത് കേട്ടോ. കൈയുടെ താവ് വസ്തു വേണ്ട തുണി നമ്മൾ എത്രയാണോ അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 35 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്. ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 35 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 10 ഭാഗം 3.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ കൈയുടെ തോൾ വസ്തു എടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 8.25, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 7.25 ഇഞ്ചാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ 7.25 മാർക്ക് ചെയ്യുന്നു, പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ കൈയുടെ താവ് വസ്തു വരുന്ന ലൂസ് നമുക്ക് വരുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു, പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കേട്ടോ. ഇതുപോലെ വരിയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ ഷെയ്പ്പ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ഇവിടെ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യാറുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മളൊരു പീസ് ഫ്രണ്ട് പീസിന് വേണ്ടി കുഴിച്ച് കട്ട് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് പഫിന് വേണ്ടിയുള്ള മാർക്കിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു പഫൊക്കെ മതിയെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് പഫ് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിവിടെ 4 ഇഞ്ചാണ് കൊടുക്കുന്നത് കണ്ടോ, 4 ഇഞ്ചിൽ കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള പഫിൻ്റെ ലെങ്ത്ത് ഇവിടെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ, നമുക്ക് ചെറുതാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തോ 3 ഇഞ്ച് മാർക്ക് ചെയ്തോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിത് 4 ഇഞ്ചാണ് നമ്മൾ കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ കൊണ്ടുവരുന്നു കണ്ടോ. അപ്പം നമ്മുടെ പഫിൻ്റെ മാർക്കിംഗ് കണ്ടോ, ഇതുപോലെ ഇവിടെ നിന്ന് നല്ല റൗണ്ട് ചെയ്തെടുത്ത് നമ്മൾ ഈ ഒരു മാർക്കിലേക്ക് കൊണ്ടുവരിക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. സ്ലീവ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു മാർക്കിൽ കൂടി ഇവിടെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് പഫിൻ്റെ ചുരുക്കിടുവാൻ വേണ്ടിയുള്ള മാർക്കാണ് നമ്മുടെ സെൻറ്റർ മാർക്കിങ് നമ്മൾ ഇതുപോലെ കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇത് ഇവിടെയാണ് നമുക്ക് പ്ലീറ്റ് വരുന്നത്, പഫ് വരുന്നത് ഇവിടെ വരെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമുക്ക് അല്പം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് പീസ് നമ്മൾ മുകളിൽ മാത്രം ആ ഒരു ഷേപ്പ് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിത് ഇവിടെയാണ് നമുക്ക് കണ്ടോ പ്ലീറ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്കത് പ്ലീറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടോ ഈ ഒരു പഫ് കണ്ടോ, പഫിൽ നമ്മൾ കണ്ടോ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ ഇത് നമ്മുടെ സെൻറ്റർ വശമാണ്. ഈ ഒരു മാർക്കിലേക്കാണ് നമ്മുടെ ഈ ഒരു പഫ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു കണ്ടോ. ഇവിടെ നിന്ന് കറക്റ്റ് വെച്ച് കൊടുത്ത് കണ്ടോ ചുരുക്കുണ്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വളവിലുള്ള ചുരുക്ക് ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കുക കണ്ടോ. ഇതുപോലെ നമുക്കൊരു സൂചി കൊണ്ട് ഇതുപോലെ വെച്ചാൽ നമുക്കിത് കറക്റ്റ്
കറക്റ്റായി നമുക്ക് മടക്കിയെടുക്കാൻ കഴിയും. ഇനി ഇവിടെ കണ്ടോ നമ്മുടെ സെൻറ്റർ വശം, ആ ഒരു സെൻറ്റർ വശം നമുക്ക് എപ്പോഴും കറക്റ്റായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവിടെ കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്ലീവ് തയ്ക്കുന്ന സമയത്ത് സ്ലീവും നമ്മുടെ ആം ഹോളിൽ ബോഡിയിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അവിടെ ഒരു ചോക്ക് മാർക്കിംഗ് കൊടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ പഫിൻ്റെ ഭാഗം കിട്ടുക. ഇനി ഈ ഒരു പഫിനെ നമ്മൾ ഇതുപോലെ സെൻറ്റർ ഭാഗം വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ, ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമുക്ക് നല്ലവണ്ണം പഫായി നമുക്ക് നല്ലവണ്ണം പൊങ്ങി നിൽക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പഫിൻ്റെ ഈ ഒരു അളവിൽ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബോഡി അളവ് കണ്ടോ, ഈ ഒരു ആം ഹോളിൻ്റെ കൈയുടെ റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള 7.25 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടോ. ഇത് നമുക്ക് കറക്റ്റായിട്ട് 7.25 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ സെൻറ്റർ ഭാഗം വെച്ച് കറക്റ്റ് ചെയ്താൽ മതി, സ്റ്റിച്ച് ചെയ്താൽ മതി, 7.25 കിട്ടും. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ടിനേക്കാൾ കൂടുതൽ ലൂസാണ് സ്ലീവ് എങ്കിൽ നമുക്ക് സ്ലീവിൽ ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി സ്ലീവ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ടിട്ടുള്ള ഈ ഒരു പ്ലീറ്റ് നമുക്ക് അഴിച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.